Hello guys, welcome to MFC Creations. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിയനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വിച്ച് കേസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ സെയിം യൂസ് കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. സോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എൻ്റെ കയ്യിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. ഓക്കെ, സോ ആ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിൽ എനിക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഈ ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇത് കൂടാതെ ഒരു പുതിയ കോളം ആഡ് ചെയ്യണം, ഗ്രേഡ് എന്ന പേരിൽ. അതിൻ്റെ കൂടെ എനിക്ക് എന്ത് വേണം, ഓരോ മാർക്കിനനുസരിച്ചുള്ള ഗ്രേഡ് കൂടെ പ്രിൻറ്റ് ചെയ്യണം. സപ്പോസ് മാർക്ക് 180 കൂടുതലാണെങ്കിൽ A+, അങ്ങനെ ഓരോ മാർക്ക് വൈസ് എനിക്ക് ഗ്രേഡ് കൂടെ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. സോ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് സെലക്ട്, നമുക്ക് വേണ്ട കോളംസ് കൊടുക്കാം. സോ നെയിം, മാർക്ക്, ഇത് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് ഗ്രേഡ് ആണ്. സോ ഗ്രേഡ് നമുക്ക് ഇവിടെ കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യാം. സോ അതിനായിട്ട് കേസ്, ദെൻ നമ്മുടെ കണ്ടീഷൻസ് കൊടുക്കുക. സോ ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുന്നത് 180 കൂടുതലാണെങ്കിൽ A+ വേണം. സോ അതിനായിട്ട് വെൻ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180, ദെൻ എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് A+. ഓക്കെ, ദെൻ ഞാൻ അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ് വെൻ മാർക്ക് ബിറ്റ്വീൻ 150 ആൻഡ് 180, ദെൻ എനിക്ക് എ എന്ന് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അടുത്ത കണ്ടീഷനായിട്ട് കൊടുക്കുന്നത് വെൻ മാർക്ക് ബിറ്റ്വീൻ 100 ആൻഡ് 150, ദെൻ എനിക്ക് B+ എന്ന് പ്രിൻറ്റ് ചെയ്യണം. ദെൻ ഞാൻ ലാസ്റ്റ് കണ്ടീഷനായിട്ട് ഞാൻ എൽസ് എന്ന് കൊടുത്തു. എൽസ് ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ ചുമ്മാ B എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ഈ കേസ് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ഈ എൻഡ് കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞെല്ലാം പഴയ പോലെ തന്നെ നമ്മുടെ ടേബിൾ നെയിം കൊടുക്കണം. സോ ഫ്രം സ്റ്റുഡൻസ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് പുതിയൊരു കോളം കൂടെ കാണാൻ പറ്റും. ഇവിടെ കേസ് എന്നാണ് കോളം നെയിം എന്നുള്ളത്. കാരണം നമ്മൾ ഈ ഒരു കോളത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു നെയിം കൊടുത്തിട്ടില്ല. സോ അങ്ങനെ നെയിം കൊടുക്കണമെങ്കിൽ നമ്മൾ എൽസിന് ശേഷം ആസ് ഗ്രേഡ് എന്ന് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏലിയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേസ് എന്നതിന് പകരം ഇവിടെ ഗ്രേഡ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ സ്റ്റുഡൻസിൻ്റെയും മാർക്കിനനുസരിച്ചുള്ള ഗ്രേഡ് കൂടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ കോളം നെയിം മാറ്റാം എന്നുള്ളതും കൂടെ നോക്കാം. സോ അതിനായിട്ട് നമ്മുടെ എൻഡ് കീവേഡിന് ശേഷം ആസ് ഗ്രേഡ്, ഓക്കെ എന്നോട് കൊടുക്കുക. ദെൻ ഫ്രം സ്റ്റുഡൻറ്റ്. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പഴയ റിസൾട്ടിൻ്റെ കൂടെ ഈ ഗ്രേഡ് എന്ന് പറയുന്ന പുതിയ കോളം കൂടെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കേസ് സ്റ്റേറ്റ്മെൻറ്റ് SQL യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.